അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹബഹുമാനമുള്ള നമ്മുടെ ഈ ചടങ്ങിനെ ഔദ്യോഗികമായ സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതാക്കന്മാർ, SKSന്റെ നേതാക്കൾ, മാലിന്യ നേതാക്കൾ, നേതാക്കൾ, ഈ പരിപാടി വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ചു ഇത്ര വലിയ വിജയമാക്കാൻ മുന്നോട്ട് വന്ന ഇവിടെ തടിച്ചുകൂടിയ പ്രിയപ്പെട്ട പ്രാധാന്യം പോകുന്നവരായ പ്രവർത്തകരെ ഞാൻ ആദ്യമായി മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നന്ദി പറയുകയാണ്. കാരണം ഇന്നലെ വൈകുന്നേരം 5:30 മണിക്ക് തീരുമാനമെടുത്ത മലപ്പുറം SI കുറിച്ച് പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ പരിപാടിയെ നടന്നുകൊള്ളട്ടെ. കാരണം അങ്ങനെ ഒരു പെർമിഷൻ അവർക്ക് നമുക്ക് വാഗ്ദാനം തരാൻ കാരണം നമ്മളെ കുറിച്ചുള്ള വിശ്വാസം. ഇന്ന് വരെ ആ വിശ്വാസത്തിന്റെ സമർത്ഥകരുടെ നിർമ്മിക്കുന്നവരെയോ അതിന്റെ അടികളോ യാതൊരു ഓർത്തുകൊണ്ടിരിക്കുക. ക്രമസമാധാനത്തിന്റെ ഭംഗം വരുന്ന ഒരു പ്രവർത്തനവും ഇക്കാര്യമായിട്ടും നമ്മുടെ പക്ഷം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഉസ്താദന്മാരോട് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ വളരെ സമാധാനപരമായിട്ടായിരിക്കണം അത് നടത്തേണ്ടത്. ബഹുമാനപ്പെട്ട സാറിനോട് ഈ കാര്യം സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് തികച്ചും സമാധാനപരമായിട്ടാണ് നടത്താം, യാതൊരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ എഴുതി കൊടുക്കുന്ന മുദ്രാവാദികളല്ലാതെ മറ്റൊന്നും വിൽക്കാൻ പാടില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് വളരെ അച്ചടക്കത്തോടുകൂടി നമ്മുടെ പൂർവ്വകാല ഖ്യാതി നിലനിർത്തിക്കൊണ്ടതിലേക്ക് നടത്താൻ പോയി കഴിഞ്ഞു. അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറയണം, അഹദയോടെ അല്ലെങ്കിൽ അഭിമാനത്തോടെ പറയട്ടെ, സുന്നിയുടെ സംഘത്തിന്റെ മതങ്ങളുടെ സമഗ്ര പോഷകങ്ങൾക്കും ഇതുപോലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ 24 മണിക്കൂറിന്റെ ആവശ്യം പോലും ഇല്ല എന്ന് തെളിയിക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ പ്രവർത്തകരും ഇവിടെ സംഘടിച്ചിരിക്കുന്നു. ഞാനിവിടെ വളരെ പ്രധാനമായ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ദീർഘപ്രസംഗമായ പ്രതിഷേധ പ്രകടനമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കാസർഗോഡ് പഴയ ചുഴി എന്ന് പറയുന്ന പ്രദേശം കാസർഗോഡ് ടൗണിൽ വിളിപ്പാറകരെ എന്ന് പറഞ്ഞാൽ കാസർഗോഡിന്റെ തൊട്ട് വിളിപ്പാറകരെ വളരെ അടുത്താണ്, ഒരു വിദൂരമായ സ്ഥലമല്ല ഈ ചുഴി എന്ന് പറയുന്ന സ്ഥലം. ആ പ്രദേശത്താണ് കാസർഗോഡ് SP ഓഫീസ് നിലകൊള്ളുന്നത്. സുബ്രഹ്മണ്യ പോലീസിന്റെ കേന്ദ്രമവിടെയാണ് എന്ന് പറഞ്ഞാൽ ആ ജില്ലയിൽ നിയമ സംവിധാനം നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം നിലനിൽക്കുന്നത് ഈ പഞ്ചായത്ത്. ആ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ മധൂർ പഞ്ചായത്താണ്. മധൂർ പഞ്ചായത്ത് BJP ഭരിക്കുന്ന പഞ്ചായത്താണ്. BJP ഭരിക്കുന്ന പഞ്ചായത്തിലാണ് കേരളത്തിൽ ഒരു പള്ളിയിൽ ഇതുപോലെ ഒരു മുഴലിനെ KS മുഹമ്മദ് റിയാസ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുഴലിനെ ഇതുപോലെ കയറി ആക്രമിച്ച് അറുപത് ചെയ്തിരിക്കുന്നത് എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അതിലുപരി പ്രതിഷേധാർഹമാണ്. ഒന്നാമത് ഇവിടെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പള്ളി എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ഒരു കേന്ദ്രമാണ്. പള്ളികൾ ഒരിക്കലും അക്രമത്തിന്റെ കേന്ദ്രമായി നമ്മൾ കാണാറില്ല. പള്ളികൾ അത്തരം അക്രമങ്ങൾ സംഭവിക്കാറുമില്ല. ആളുകൾ ഒരു സുരക്ഷിത കേന്ദ്രമായി കാണുന്ന പള്ളി പോലും നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ബാബരി പള്ളി തകർക്കുകയും പള്ളിയിൽ കയറി വരുന്നവരെ അറുകൊല ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ നാടിനെ ഈ ഫാസിസ്റ്റുകൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട സമയമാണ് സംജാതമായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയുടെയും ആ പ്രദേശത്തെയും ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1992 ബാബരി മസ്ജിദിന്റെ തകർച്ച ഉണ്ടായതിന്റെ ശേഷം ആ പ്രദേശത്ത് ചില്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ചില കൊലപാതകങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിം സമൂഹത്തിൽ നിന്നും അതുപോലെ അമുസ്ലിം സമൂഹത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ചില കൊലപാതകങ്ങൾ നടക്കുകയും പിന്നീട് ആ പ്രദേശത്ത് പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർ വന്ന് ആ വിഷയമൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യം അവിടെയുണ്ട്. അതിനുശേഷം കാസർഗോഡ് ജില്ലയിൽ ഏതാണ്ട് 6ഓളം മുസ്ലിം ചെറുപ്പക്കാരെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തി മറുഭാഗത്തിന് യാതൊരു തരത്തിലും നാശനഷ്ടം മുസ്ലിം സമൂഹം വരുത്തിയിട്ടില്ല. ഈ കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ ആസൂത്രിതമായ ചില പ്രവർത്തനങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടും. ഒന്നാമതായി ചൂരി പ്രദേശത്തിന്റെ തൊട്ടടുത്ത് തന്നെ വട്ടമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് റിഷാദ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കൊല ചെയ്തു. ഒരു കാരണമില്ലാതെ കൊല ചെയ്തു. എന്തെങ്കിലും ഒരു പ്രകോപനം അയാളുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് ഒരു പാവം കുട്ടി, അദ്ദേഹത്തിന്റെ പേര് സാബിത്ത് എന്നായിരുന്നു, ആ ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ കൊല ചെയ്തു. എന്തൊരു കൊല ചെയ്തു എന്നറിയില്ല. ആ കുട്ടി ഒരു പ്രശ്നത്തിൽപ്പെട്ട ആളല്ല. ഇങ്ങനെ കൊലപാതകം ചില ആളുകളെ തെരഞ്ഞെടുപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ് കാസർഗോഡ് ഒരു പൊതുപരിപാടി നടക്കുന്ന സന്ദർഭത്തിൽ ആ പൊതുപരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ ഷഫീഖ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അവിടെയുള്ള SP രാംദാസ് പോത്തൻ അവിടെ SP ആയിരുന്നു, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വെടിവെച്ചു കൊന്നത്. ഷഫീഖിനെ പോലീസ് വെടിവെച്ചു കൊന്ന അതേ ദിവസം തന്നെ കരന്തക്കാട് എന്ന സ്ഥലത്ത് ഇതിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് അസറുദ്ദീൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ സംഘപരിവാർ കൊല ചെയ്യുന്നു. ഈ രീതിയിൽ തെരഞ്ഞു പിടിച്ച മുസ്ലിം സമൂഹത്തെ കുറിച്ച് അന്നൊന്നും തിരിച്ചൊരു കൊലപാതകമോ ഒരു തിരിച്ചടിയോ മുസ്ലിങ്ങൾ നടത്തിയില്ല. എന്തുകൊണ്ട്? നമ്മുടെ നേതാക്കൾ നമ്മളോട് പറഞ്ഞ് അതിന് നമുക്ക് അധികാരമില്ല,
നമ്മൾ അങ്ങനെ ചെയ്യേണ്ടവരല്ല, നമ്മൾ സമാധാനം പാലിക്കേണ്ടവരാണ്, നമ്മൾ ഇപ്പോഴും അവിടെ നിൽക്കുന്നു. തങ്ങൾ ഇപ്പോഴും പറഞ്ഞ അതാണല്ലോ. അത് കഴിഞ്ഞ് നേരത്തെ അസറുദ്ദീനെ കൊന്നതിന് ശേഷം ജൈനുൽ ആബിദ് എന്നൊരു സുഹൃത്തിനെ കൊലപ്പെടുത്തി. ഇപ്പോഴിതാ റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു. 6 പേരുകൾ ഞാൻ പറഞ്ഞു. ഈ 6 പേരുകൾ അവസാനത്തേതാണ് റിയാസ് മൗലവി അത് പള്ളിയിൽ കയറി കൊല ചെയ്തു. ഇതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മധൂർ പഞ്ചായത്ത് BJP ആണ് ഭരിക്കുന്നത്. ആ പ്രദേശത്ത് BJPയുടെ ഭരണം മുന്നോട്ട് പോകുമ്പോൾ അവിടെ BJPക്ക് ഗ്രിപ്പ് ചെറുതായി നഷ്ടപ്പെടുന്ന തരത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവിടെ വളർന്നു വരികയും പ്രത്യേകിച്ച് അവർക്ക് അവിടെ പിടിപ്പിക്കേണ്ട സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ മുസ്ലിം ലീഗിന്റെ 4 മെമ്പർമാർ ആ പഞ്ചായത്തിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ രാഷ്ട്രീയം പറഞ്ഞൊന്നും തെറ്റിദ്ധരിക്കേണ്ട, ആ പ്രദേശത്തിന്റെ പശ്ചാത്തലം സൂചിപ്പിച്ചു എന്ന് മാത്രം. ചുരുക്കത്തിൽ ആ പ്രദേശത്ത് മതേതര കക്ഷികൾ മുന്നോട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ ഒരു ഭയപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് ആ പ്രദേശത്ത് നിന്ന് മുസ്ലിങ്ങളെ അവിടുന്ന് പറഞ്ഞയക്കുക എന്ന ലക്ഷ്യമല്ലാതെ മറ്റൊന്നും ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നില്ല. ഇതിൽ പലതും മധൂർ പഞ്ചായത്തിലാണെങ്കിലും മധൂർ പഞ്ചായത്തിന്റെ തൊട്ടടുത്തും ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഈ 6 കൊലപാതകങ്ങളുടെ അവസ്ഥ പരിശോധിച്ച് നോക്കിയാൽ വെടിവെപ്പടക്കമാണ്, വെടിവെപ്പല്ലാത്തത് 5 എണ്ണമുണ്ട്. ഇതടക്കം ഇതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അകാരണമായി ചെയ്തു എന്ന് മാത്രമല്ല, ഇതിൽ പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് പരാജയപ്പെടുന്നു. ചില സ്ഥലത്ത് പിടികൂടിയാൽ പ്രതികൾ യാതൊരു തരത്തിലുള്ള കുറ്റാരോപണവും ഇല്ലാതെ കോടതിയിൽ നിന്ന് പുറത്തു വരും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ പ്രൊഫഷണൽ ആളുകളെ വെച്ചുകൊണ്ട് ചെയ്യുകയും പ്രതികളെ ചില ഓഫീസുകളിൽ നിന്ന് ഹാജരാക്കി കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ പ്രതികളെ ഹാജരാക്കി കൊടുക്കുമ്പോൾ ഈ പ്രതികൾ ഡമ്മികളായിരിക്കും. ആ പ്രതികൾ അതേ സമയത്ത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ ട്രെയിൻ യാത്രയിലോ അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയവനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് ബാംഗ്ലൂരോ ബോംബെയിലോ ഒക്കെ പോയ ആളുകളായിരിക്കും. പോയതിന്റെ രേഖയും ഉണ്ടാകും. അവനെയാണ് പിന്നെ കൊണ്ടുവന്ന് പ്രതിയായി ഹാജരാക്കി കൊടുക്കുന്നത്. കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഇയാൾ ഇന്ന സ്ഥലത്തുണ്ടായിരുന്നു എന്ന് വക്കീൽ വാദിക്കുന്നതോട് കേസിനെ രക്ഷപ്പെടും. യഥാർത്ഥ പ്രതി നേരത്തെ രക്ഷപ്പെട്ടു. ഈ രീതിയിൽ ആ പ്രദേശത്ത് കൊലപാതകം ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിൽ പോലീസ് പരാജയപ്പെടുകയോ അല്ലെങ്കിൽ സംഘപരിവാറും പോലീസും ഒത്തുകളിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അവിടെ നടന്ന കൊലപാതകങ്ങൾ ഓരോന്നും പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അവർ ചെയ്യുന്നത് ആ പ്രദേശത്ത് നിന്ന് മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ആ പ്രദേശത്ത് ഒരു പ്രദേശത്ത് കലാപം ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകൾ താമസിക്കാൻ താല്പര്യപ്പെടില്ല. അത് ഭൂമി വിൽക്കും, ഭൂമാഫിയ പോലെ ഇതിൽ പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് അവരുടെ പ്രദേശമാക്കി മാറ്റി ആ പ്രദേശം അവരുടെ ഗ്രാമമാക്കി മാറ്റാൻ കഴിയും. പാർട്ടി ഗ്രാമങ്ങൾ ചില ആളുകൾ ഉണ്ടാക്കുന്ന പോലെ ഇവിടെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. FIR-ൽ പോലും പഴുതുകൾ ഉണ്ടാകും. നമ്മുടെ തൊട്ടടുത്ത ഫൈസലിന്റെ കൊലപാതകത്തിൽ നമുക്ക് കണ്ടു FIR-ൽ പഴുതുകളുണ്ട്. ആ FIR-ൽ പഴുതുകൾ ഉള്ളത് കൊണ്ടാണ് എത്ര പെട്ടെന്നാണ് ജാമ്യം കിട്ടിയത്. നേരത്തെ ഒരു കൊലക്കേസിൽ പ്രതിയായ ആൾ ഈ കൊലക്ക് നേതൃത്വം കൊടുത്തിട്ട് എത്ര പെട്ടെന്ന് ആൾക്ക് ജാമ്യം കിട്ടി. അങ്ങനെ പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന ഒരു സംവിധാനം എന്തുകൊണ്ടുണ്ടാകുന്നു? ആളുകൾക്ക് ഇതിൽ സ്വാഭാവികമായി പ്രതിഷേധവും നിയമ സംവിധാനം കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നടപടിക്രമത്തിൽ അപാകതയും അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല ഇത് സംഘപരിവാറാണ് ചെയ്തത് എന്ന് നമ്മൾ ആരോപിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? അടിസ്ഥാനപരമായ ആരോപണങ്ങളൊന്നും നമ്മൾ ഉന്നയിക്കുന്നില്ല. ഇവിടെ നടന്ന കൊലപാതകങ്ങളിലൊക്കെ പ്രതികളെ ഹാജരാക്കി കൊടുത്തത് സംഘപരിവാറിന്റെ പാർട്ടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി. ആ പാർട്ടിയാണ് പ്രതികളെ ഹാജരാക്കി കൊടുക്കുന്നത്. ആ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാരാണ് അവർക്ക് വേണ്ടി വക്കീലുമാരായി വാദിക്കാൻ വരുന്നത്. ഈ കേസിൽപ്പെട്ട ആളുകൾക്ക് അത്ര ഫീസ് കൊടുത്ത ആളുകളെ കൊണ്ടുവരാൻ പോലും കഴിയാത്ത വിധം പ്രഗത്ഭരായ വക്കീലന്മാരെ, അതും സംഘപരിവാറിന്റെ നേതൃനിരയിലുള്ള ആളുകളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത്തരം ആളുകളെ കൊണ്ടുവന്നുകൊണ്ടാണ് കേസ് വാദിക്കുന്നത് എന്നതുകൊണ്ട് ഇതിന്റെ പിന്നിൽ ഒരു സംഘപരിവാർ അജണ്ടയുണ്ട് എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ഇങ്ങനെ ഈ കൊലപാതകം നടത്തിയ ആളുകൾ അർദ്ധരാത്രി കൊലപാതകം നടത്തിയിട്ട് പാവപ്പെട്ട മുഅല്ലിമിനെ പള്ളിയിലിട്ട് വെട്ടിക്കൊന്നുവെന്ന് മാത്രമല്ല അവിടുത്തെ ഖതീബിനെ പോലും ആക്രമിക്കാൻ ശ്രമിച്ചു. അവിടുത്തെ ഖതീബ് വഹബി അവർ ആക്രമിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പള്ളിയിൽ വാതിലടച്ചുകൊണ്ട് ബാങ്ക് വിളിച്ച് ജനങ്ങളെ പള്ളിയിലേക്ക് വരുന്നതിന് വേണ്ടി ഉറക്ക ശബ്ദമുണ്ടാക്കിയത് കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു. അതിനുശേഷം പോലീസ് ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നോക്കൂ നിങ്ങൾ. ആ മയ്യത്ത് ആ നാട്ടിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും ബാധ്യതയുണ്ട്. കാരണം മുഅല്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുദരിസുമാരെ സംബന്ധിച്ചിടത്തോളം, മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യൻ 10 വർഷക്കാലത്തോളം 9 വർഷം പൂർത്തിയായിട്ടുണ്ട്. അത്ര കാലം ആ പ്രദേശത്ത് ജോലി ചെയ്ത ഒരാൾക്ക് ആ പ്രദേശവുമായി വലിയ ബന്ധമുണ്ടാകും. ഒരുപക്ഷെ അത്തരം ആളുകൾക്ക് തങ്ങളുടെ നാടിനേക്കാൾ ബന്ധം ഈ പ്രദേശത്തായിരിക്കും. എന്നിട്ട് പോലും ആ മനുഷ്യന്റെ മയ്യത്ത് ആ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പോലീസ് സമ്മതം കൊടുത്തില്ല. അയാൾക്ക് ആ നാട്ടിൽ നല്ല ബന്ധങ്ങളുണ്ട്. അയാളുടെ കയ്യിൽ ഒരു പ്രകോപനപരമായ സമീപനം നമ്മളാരും കേട്ടിട്ടില്ല. ഞാനിത് പറയുമ്പോൾ തീർത്തു പറയുന്നു, അയാൾ സമത്വക്കാരനല്ല, സമത്തയിൽ നിന്ന് മാറിപ്പോയ ഭാഗക്കാരനാണ്. പക്ഷെ സംഘപരിവാറിനോടും മറ്റുള്ളവരോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ തമ്മിൽ എന്ത് ആഭ്യന്തര പ്രശ്നമുണ്ടെങ്കിലും ഇത്തരം വൈകാരിക പ്രശ്നം അല്ലെങ്കിൽ സമൂഹത്തെ നശിപ്പിക്കുന്ന പ്രശ്നം, പള്ളിയിൽ കയറി വെട്ടിക്കൊള്ളുന്ന പ്രശ്നമൊക്കെ വന്നാൽ ഈ സമുദായം ഒറ്റക്കെട്ടായി പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന്
അവിടെ ഞങ്ങളെ വിഭാഗീയമാക്കി രക്ഷപ്പെടാനോ തമ്മിലടിപ്പിക്കാനോ ആരും ശ്രമിക്കണ്ട. അക്കാര്യത്തിൽ ഞങ്ങൾ ഒന്നായിരിക്കും. അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല, നേരത്തെ തങ്ങൾ സൂചിപ്പിച്ച പോലെ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സൗഹാർദ്ദമുള്ള ഹിന്ദു സമുദായത്തെ പോലും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സംഘപരിവാറിന്റെ പ്രവർത്തനത്തെ എതിർക്കുക തന്നെ ചെയ്യുമെന്ന് പറയാൻ ഈ സന്ദർഭം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഞങ്ങളിത് വർഗീയമായിട്ടല്ല പറയുന്നത്, ഇത് ഹൈന്ദവർക്കെതിരെയുള്ള കൂട്ടായ്മയല്ല, മറിച്ച് ഇത് ആ മതത്തെ പോലും പറയിപ്പിക്കുന്ന സംഘശക്തികൾ പ്രകടിപ്പിക്കുന്ന വർഗീയതക്കെതിരെയുള്ള കൂട്ടായ്മയാണ്. നമുക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഇവിടെ. ഒരു അമുസ്ലിമിനും ഒരു ദ്രോഹം ഉണ്ടാക്കുന്ന പ്രവർത്തനം നമ്മൾ ഇവിടെ ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ പ്രദേശത്ത് ഈ മയ്യത്ത് കൊണ്ടുവന്ന് നിസ്കരിക്കൽ മുസ്ലിങ്ങൾക്ക് ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ പോലീസിനോട് അപേക്ഷിച്ചപ്പോൾ പോലീസ് എന്താണ് പറഞ്ഞത്? ആദ്യം അവരുടെ ബന്ധുക്കളുടെ ഒരു കൺസെപ്റ്റ് കിട്ടണമെന്ന് പറഞ്ഞു. ബന്ധുക്കൾ പറഞ്ഞു സമ്മതമാണ്. അതിനുശേഷം അവർ പറഞ്ഞു പള്ളി കമ്മിറ്റി എഴുതി തരണം. പള്ളി കമ്മിറ്റി എഴുതി കൊടുക്കാൻ തയ്യാറായി. അത് രണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ RSS പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ട ആ പ്രവർത്തകന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര, ആ പിഞ്ചു കുഞ്ഞുങ്ങൾ കലാപ്രകടനം നടത്തുന്ന വേദിക്ക് മുമ്പിലൂടെ വെല്ലുവിളിച്ച് നിങ്ങൾ വിലാപയാത്രയായി കൊണ്ടുപോയില്ലേ? അതിന്റെ പേരിൽ വൈകാരിക പ്രശ്നമുണ്ടായില്ലേ? എന്തേ പോലീസിനെ നോക്കി നിൽക്കഴിഞ്ഞു? മാത്രമല്ല ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. പെരിയാരത്തേക്ക് കൊണ്ടുപോയി കണ്ണൂരിലൂടെ വികാരം ഉണ്ടാക്കാൻ കൊണ്ടുവന്ന പ്രകടനം നടത്തി. അവിടെ RSSന്റെ ഒരു പ്രവർത്തകൻ മരണപ്പെട്ടപ്പോൾ അവന്റെ വിലാപയാത്രക്ക് വ്യാപകമായ സൗകര്യം ചെയ്തു കൊടുക്കാം. മുസ്ലിം മുടക്കിയതിന്റെ ന്യായം ആ പ്രദേശത്തെ മയ്യത്ത് കൊണ്ടു ചെന്നാൽ പ്രശ്നമുണ്ടാകുമെന്നതാണ്. എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് RSSകാരന്റെ ശവശരീരം ഇതുപോലെ നടത്താൻ അനുമതി കൊടുത്തു ടൗണിലൂടെ? അത്രയും പ്രശ്നമില്ലാത്തൊരു ഗ്രാമപ്രദേശത്ത് എന്തുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോയി നിസ്കരിച്ചുകൂടാ? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, അയാൾ ആ നാട്ടുകാരനാണെങ്കിലോ ആ മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ? അയാൾ നാട്ടുകാരനെ വന്നിരിക്കട്ടെ. അയാളിപ്പോൾ പുറത്തുള്ള ആളായത് കൊണ്ടല്ലേ രക്ഷപ്പെട്ടത്. അതേസമയത്ത് അയാൾ ആ നാട്ടുകാരനാണെങ്കിൽ മയ്യത്ത് അവിടെ തന്നെ നടക്കണ്ടേ? ആ മയ്യത്ത് അടക്കാൻ സമ്മതം കൊടുക്കേണ്ടത് പോലീസിന്റെ കടമയല്ലേ? അപ്പോൾ പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ? ആ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് നടത്താൻ കേൾപ്പില്ലെങ്കിൽ ലാത്തിയും കൊണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ തെണ്ടുന്നത് എന്ന് ചോദിക്കാൻ ഞാൻ കേൾക്കാം. നിങ്ങളെ കടമ ലോ ആൻഡ് ഓർഡർ നടപ്പാക്കലല്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമ ലോ ആൻഡ് ഓർഡർ നടപ്പാക്കലാണ്. അത് നടപ്പാക്കാനാണ് നിങ്ങളെ കയ്യിൽ ആവശ്യമുള്ള സംവിധാനങ്ങളും ഉത്തരവാദിത്വം തന്നിട്ടുള്ളത്. അത് നടപ്പാക്കാൻ അവർക്ക് കഴിയില്ലെങ്കിൽ കാക്കി അഴിച്ചു വെച്ച് സമൂഹത്തെ ആ ധർമ്മം ഏൽപ്പിക്കട്ടെ. അതല്ല ചെയ്യേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാര്. അവർ ശരിക്കും ന്യായമായി നടപ്പാക്കേണ്ടത്. ഒരു കൂട്ടർക്ക് ഫേവർ ചെയ്യുകയും മറ്റൊരു കൂട്ടർ എതിർക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുമ്പോൾ നിങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും. ആ വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രവർത്തനം ഒരിക്കലും പോലീസിന്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. പോലീസുകാർ പോലീസാകുന്ന ചോദ്യം മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തകൻ, ആ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹം സമസ്തയുടെ മദ്രസയിലാണ് ജോലി ചെയ്യുന്നത് എന്നതുകൊണ്ട് ഇനി ഏത് മദ്രസയിലാണെങ്കിലും ശരി ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു മുഅല്ലിമാണ്. ആ മുഅല്ലിമിന്റെ മരണത്തിൽ പ്രതിഷേധിക്കാൻ അതൊരു കൊലപാതകമായതുകൊണ്ട് നിരോധനാജ്ഞ നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു പക്ഷേ പ്രകടനത്തിന് അനുമതി കൊടുത്തില്ല എന്ന് വരും. സമ്മതിച്ചു. നിങ്ങൾ പ്രകടനം BJPയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ ഈ തരത്തിൽ വിലക്ക് ലംഘിച്ചുകൊണ്ട് പ്രകടനം നടത്താറുണ്ട്. ഞങ്ങൾ അങ്ങനെ നടത്താറില്ല. അതുകൊണ്ട് നടത്താതെ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുന്നു. പക്ഷേ ഈ പ്രകടനം വിലക്കിയതറിയാതെ അവിടെ വന്ന മുഅല്ലിമീങ്ങൾ ബൈക്ക് സൈഡാക്കി വെച്ചപ്പോൾ അതിന്റെ പുറത്തുള്ള ഹെൽമറ്റ് കട്ടുകൊണ്ടുപോകാൻ പോലീസ് ഏത് വകുപ്പാ ഉപയോഗിച്ചത്? അതാ ചോദിക്കാനുള്ളത്. മാത്രമല്ല അവരുടെ ബൈക്കിന്റെ മുൻപിലുള്ള ഗ്ലാസ് അടിച്ചു പൊളിക്കുവാനും കാറുകൾ അടിച്ചു പൊളിക്കുവാനും മുന്നോട്ട് വന്നു. ഈ രീതിയിൽ ദ്രോഹം ചെയ്യേണ്ട കാര്യം എന്താ? ആളുകളെ പിരിച്ചുപിടിക്കുകയല്ലേ വേണ്ടു. ആളുകൾ മുഴുവൻ പോയതിന്റെ ശേഷം കടകളുടെ ട്യൂബിലേക്ക് പോലീസ് അടിച്ചു പൊളിക്കുന്ന രംഗം നിങ്ങളൊക്കെ വാട്സാപ്പിൽ കണ്ടല്ലോ. നമ്മുടെ പോലീസുകാരെ നമുക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തില. പക്ഷെ ഞാൻ പറയട്ടെ, മലപ്പുറത്തെ പോലീസുകാരെ ഞാൻ തുടക്കത്തിൽ അഭിനന്ദിച്ചല്ലോ. നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ പോലീസ് ചെയ്ത പ്രവർത്തനം തികച്ചും പക്ഷപാതപരമാണ്. അവിടെയാണ് പ്രശ്നം. മാത്രമല്ല ആളുകൾക്കെതിരെ കേസെടുത്തു. പലപ്പോഴും 500 പേർക്കെതിരെ 1000 പേർക്കെതിരെ കാര്യം. നിങ്ങൾ ഈ 500 പേർക്കെതിരെയും 1000 പേർക്കെതിരെയും കേസ് ചാർജ് ചെയ്യുന്ന പൈസ ഉള്ളവരാണല്ലോ. അവർ പോലീസ് സ്റ്റേഷനിൽ കേസ് ഒഴിവാക്കി തരാൻ കാശ് വാങ്ങും. ഇത് ഡിപ്പാർട്ട്മെന്റിന് അപമാനമല്ലേ? ഈ തരത്തിൽ ഡിപ്പാർട്ട്മെന്റിന് അപമാനം വരുന്ന ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ ഉത്തരവാദപ്പെട്ടവർ മുന്നോട്ട് വരും. അതാണ് ഉള്ളത്. മാത്രമല്ല ശരീഅത്ത് റാലി നടക്കുന്ന സമയത്ത് നിങ്ങൾ കാണാമല്ലോ, കാസർകോട്ട് ഞാൻ ആ റാലിയിൽ പ്രസംഗിച്ചാണ്. അവിടെ ഒരു പ്രകടനം നടത്തി. റാലിക്ക് മുമ്പ് ശരീഅത്ത് സംവാദത്തിൽ നമ്മൾ ഇവിടെയും പ്രകടനം നടത്തിയല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വ്യക്തിപരമായി മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്തു. പ്രധാനമന്ത്രിക്കെതിരെ ആരൊക്കെ മുദ്രാവാക്യം വിളിക്കാറുണ്ട്? പക്ഷേ ആ വിളിച്ചത് സമത്തക്കാരായിരുന്നില്ല. ആ യോഗത്തിൽ കയറിയ ചില തീവ്ര സ്വഭാവമുള്ള ആളുകളായിരുന്നു. നമ്മളിവിടെ പോലും ആ ശരീഅത്ത് റാലി നടത്തിയിട്ട് പ്രധാനമന്ത്രിക്കെതിരെ വ്യക്തിഹത്യ നടത്തിയില്ല. ഇനി നടത്തിയാൽ അങ്ങനെ പിഴിച്ചാൽ തന്നെ ഒരു ജനാധിപത്യ രാജ്യത്ത് വിമർശിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. നമ്മൾ നമ്മുടെ സംസ്കാരം വെച്ചത് ചെയ്യുന്നില്ല. അങ്ങനെ ആക്ഷേപിച്ചാൽ അതിനെതിരെ നടപടിയെടുക്കാൻ ഏത് വകുപ്പാ ഉള്ളത്? അങ്ങനെ നടപടിയെടുത്തു എന്ന് മാത്രമല്ല, കേസ് ഒഴിവാക്കി കൊടുക്കാൻ എന്തൊക്കെ പുലിവാലുകൾ പിന്നെയുണ്ടായി? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും ഇവർ ചെയ്യുന്ന പ്രവർത്തനം ഒരു കൂട്ടരൊക്കെ അനുകൂലമായി എന്തും ചെയ്തു കൊടുക്കുന്നു, മറുകൂട്ടരോട് ഒരു വിഭാഗീയ മനോഭാവം കാണിക്കുന്നു. ഇത് അടുത്ത കാലത്തായി കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. മനുഷ്യാവകാശ പ്രവർത്തകർ പോലും പറയുന്നു കേരളത്തിൽ
കേരളത്തിൽ PA പൗരന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, നിങ്ങൾ വായിച്ചോ? ഞങ്ങൾ പറഞ്ഞു എന്ന് പറയേണ്ട, കേരളത്തിലെ DGPയും അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും തീരുമാനിക്കുന്ന കാര്യങ്ങൾ ശരിക്കും സംഘപരിവാറിന്റെ കാര്യങ്ങളാണ്. ആ അജണ്ട ഇവിടെ നടപ്പാക്കാൻ ഗവൺമെന്റ് കഴുത്തു നീട്ടി നിന്ന് കൊടുക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ തരത്തിൽ പോലീസ് സംഘവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു തോന്നൽ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നത്. കാരണം ഇത് ഇനിയും ഈ തോതിലാണെങ്കിൽ ആവർത്തിക്കും. ഇത് ആവർത്തിച്ച് നമ്മുടെ ജില്ലയിലേക്കും വരും. നമ്മുടെ പണ്ടൊക്കെ ഇത് ഉത്തരേന്ത്യയിൽ മാത്രമേ കേട്ടുകേൾവിയുള്ളൂ, പള്ളിയിൽ കയറി കൊല്ലൽ. ഇപ്പൊ നമ്മുടെ നാട്ടിലും വന്നു. ഈ ഒരു അവസ്ഥാവിശേഷം നാളെ മലപ്പുറത്തും വരുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നു. ഇതിനാദ്യം വേണ്ടത് നട്ടിലുള്ള പോലീസ് ഓഫീസർമാരെ ആ സ്ഥലത്ത് നിയമിക്കുകയാണ്. ഞാൻ കൃത്യമായി പറയട്ടെ, തോംസൺ ജോസ് എന്ന് പറയുന്ന ഒരു SP അവിടെ ഉണ്ടായിരുന്നല്ലോ. നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ പുകഴ്ത്തേണ്ടി വരും. അയാൾ അവിടെ നിൽക്കുന്ന സ്ഥാനത്ത് ഒരു തരത്തിലുള്ള വർഗീയ കലാപങ്ങളും ഉണ്ടാക്കാൻ അനുവദിച്ചില്ല. കാരണം എന്താ? അയാൾ ഒരു സ്വാധീനത്തിന് വഴങ്ങില്ല. ആ SP ശരിക്കും അവിടെ നിൽക്കുന്ന സമയത്ത് 1.5 വർഷം അവിടെ നിന്നപ്പോൾ ഒരു കൊലപാതകം നടന്നിട്ടില്ല. പ്രശ്ന സ്വാഭാവികമായി ഉണ്ടായി, പക്ഷെ ഒരു കൊലപാതകം നടന്നിട്ടില്ല. അയാൾ കർശനമായി കാര്യങ്ങൾ നേരിട്ടു. അതിനുശേഷം അദ്ദേഹത്തെ സ്ഥലം മാറ്റിയപ്പോൾ ഒരു കൊലപാതകം ഇതുപോലെ നടന്നു. വീണ്ടും അയാളെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് അയാളെ സ്ഥലം മാറ്റാൻ ഉത്തരവിട്ട സന്ദർഭത്തിൽ ഈ വ്യക്തിക്ക് അവിടെ നിലനിൽക്കാൻ സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാസർകോട്ടെ ഒപ്പുമരച്ചുവട്ടിൽ വമ്പിച്ച പ്രതിഷേധ യോഗം നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആ യോഗത്തിൽ പ്രസംഗിച്ചവർ എനിക്ക് ഓർമ്മയുണ്ട്. ഒപ്പുമരച്ചുവട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ. ആ മരത്തിന്റെ ചുവട്ടിൽ സകല പ്രതിഷേധങ്ങളും നടക്കാറുണ്ട്. ഏതോ ഒരു പ്രതിഷേധത്തിൽ ഒപ്പുശേഖരണം നടത്തിയതുകൊണ്ട് ആ മരത്തിന് ആ പേര് വന്നു, സ്ഥലത്തിനും ആ പേര് വന്നു എന്ന് മാത്രം. ആ രീതിയിൽ കാസർകോട് SP നിലനിർത്താൻ വേണ്ടി അന്നാട്ടുകാർ പറയുമ്പോൾ അതിന്റെ ഗൗരവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കാട്ടൂരിൽ പണ്ടൊരു അലി മുസ്ലിയാർ പള്ളിയിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ എന്തൊരു പ്രതിഷേധമായിരുന്നു നാടാകെ. ഇത് ഒരു മുഅല്ലിമിനെ, കാരണം എന്താവട്ടെ, ഇനി അയാളെ കയ്യിൽ എന്ത് കാരണം ഉണ്ടാവട്ടെ, പള്ളിയിൽ കയറി കല്ലാൻ ഇവർക്ക് എന്താണ് അവകാശം? അയാളുടെ കയ്യിൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ പള്ളി കമ്മിറ്റിക്ക് എടുത്തു കൊടുത്തുകൂടെ? അയാളെ പുറത്താക്കാൻ പറഞ്ഞുകൂടെ? അയാൾക്കെതിരെ നിയമപരമായി പോലീസിൽ പരാതിപ്പെട്ടുകൂടെ? നിങ്ങൾ പള്ളിയിൽ കയറി കൊല നടപ്പാക്കുകയാണെങ്കിൽ പിന്നെ പോലീസ് സ്റ്റേഷനും കോടതിയും എന്തിനാ? ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയാം. അയാൾ ഒരു ഉദയ തറക്കാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ ഇവിടെ അറുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു സംഘപരിവാറിന്റെ ആളുകൾ. അറുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ പേരിൽ തർക്കം നിലനിന്നിരുന്നു അത്രേ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തക്കം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ ഈ രീതിയിൽ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പലതും കേൾക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും അടിസ്ഥാനമുള്ളതായി അറിയില്ല. ഞാൻ ആ പ്രദേശത്തിന്റെ ചുറ്റുവട്ടത്ത് പോയി കാസർഗോഡ് ഇരുന്നപ്പോൾ അത് അന്വേഷിച്ചിരുന്നു. ആ ഗ്രാമത്തിൽ പോയിട്ടില്ല എന്നേ ഉള്ളൂ. അതിനെക്കുറിച്ച് അന്വേഷിച്ചു, എനിക്കറിയാൻ കഴിഞ്ഞു. MLA ഞാൻ വിളിച്ചു, അവിടെയുള്ള പ്രാദേശിക പ്രവർത്തകരെ വിളിച്ചു, ആ പള്ളി കമ്മിറ്റിപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടു. അവരൊക്കെ പറയുന്നു ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നൊരു പ്രകോപനം ഉണ്ടായിട്ടില്ല. ഇനി എന്ത് പ്രകോപനം ഉണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ ജോലി ചെയ്യുന്ന മുഅല്ലിമീങ്ങളോ ഞങ്ങളുടെ മദ്രസയിലെ അധ്യാപകരോ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുഴപ്പം മറ്റുള്ളവർ കാണുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ട കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയാൽ മതി, അല്ലെങ്കിൽ സമത്വക്ക് ഒരു പരാതി കൊടുത്താൽ മതി. അത്തരം പ്രകോപനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വർഗീയ സ്വഭാവമുള്ള ആളുകളെ നിലക്ക് നിർത്താൻ സമത്വക്ക് കഴിയും. അത് സമത്വക്ക് ആ അധികാരം നഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിലോ മദ്രസയിലോ കയറി കൊലപാതകം നടത്താൻ സംഘപരിവാർ മുന്നോട്ട് വന്നാൽ അതിന് കനത്ത തിരിച്ചടി കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? ശക്തമായി നമ്മൾ അതിന് നിയമപരമായി നേരിടും. നമ്മൾ തിരിച്ചടി കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതുപോലെ ചെയ്യുക എന്നല്ല. നമുക്കതിന് അധികാരമില്ല. ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏത് തിന്മയും നന്മ കൊണ്ട് നേരിടണമെന്നാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കലാപത്തിന് ആഹ്വാനം ചെയ്യുകയോ ആളുകളെ വർഗീയവൽക്കരിക്കുകയോ ചെയ്യില്ല. കാരണം ഈ നാട്ടിലൊക്കെ ഒരുപാട് മുസ്ലിങ്ങൾ നമ്മളോട് സഹകരിക്കുന്നവരുണ്ട്. ഈ ഹിന്ദു മുസ്ലിം മൈത്രി ബന്ധത്തെ ഒരിക്കലും തകർക്കാൻ ആരെയും സമ്മതിക്കരുത്. ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നതാണ്. ഫൈസലിനെ കൊന്നുകൊണ്ട് കൊല വിളിച്ച ആളുകൾ ഉദ്ദേശിച്ചതാണ്, കാസർഗോഡും ഉദ്ദേശിക്കുന്നതാണ്. പക്ഷേ കാസർഗോഡ് ഇക്കണ്ട കൊലപാതകങ്ങളൊക്കെ അവർ നടത്തിയിട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ആ രീതിയിലൊരു സമീപനം വരാത്തത് കൊണ്ട് അവർക്ക് നിരാശയുണ്ട്. നമ്മളും അതുപോലെ പെരുമാറണം. അങ്ങനെ ആ പ്രദേശത്ത് ഒരു കലാപം ഉണ്ടാക്കണം. അതിനാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം. അതുകൊണ്ട് നമ്മുടെ ഈ യോഗം ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ മുഖ്യമന്ത്രിയോടും അതുപോലെ ഉത്തരവാദപ്പെട്ടവരോടും നമ്മൾ ആവശ്യപ്പെടുന്നത്, ഒന്നാമതായി നമ്മുടെ ആവശ്യം, ഞങ്ങൾ അതിനുവേണ്ടി ഒരു നിവേദനം മുഖ്യമന്ത്രിക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളിൽ ഒന്ന്, ഈ പ്രതികളെ, ഇപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് പറയുന്ന പ്രതികളെ ഒരു പഴുതുമില്ലാതെ അന്വേഷണത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് പരമാവധി ശിക്ഷ കൊടുക്കാനുള്ള ഏർപ്പാടുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ FIR ഇളവ് ചെയ്യാൻ പാടില്ല, അവർ കോടതിയിൽ രക്ഷപ്പെടാൻ പാടില്ല. അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കുന്ന തരത്തിലായിരിക്കണം പോലീസിന്റെ അന്വേഷണം. രണ്ടാമത് പറയാനുള്ളത്, ഈ റിയാസ് മൗലവിയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം കൊടുക്കണം. അയാളെ കുടുംബത്തിന് അർഹമാണ്. ഇനി ഒരു പക്ഷേ കർണാടകക്കാരനാണ് എന്നായിരിക്കും വാദം. എങ്കിൽ കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതിന്റെ സംവിധാനം എന്താണെന്ന് ആലോചിക്കണം. അയാളുടെ കുടുംബത്തിന് ആ വ്യക്തി നഷ്ടപ്പെട്ടു, അയാളുടെ കുട്ടികൾ ആര് നോക്കും? നമ്മളൊക്കെ വ്യക്തിപരമായി കുറെ സഹായം കൊടുക്കാൻ ബാധ്യസ്ഥർ, അത് വേറെ. ഗവൺമെന്റ് കൊടുക്കേണ്ടത് ഗവൺമെന്റ് കൊടുക്കണം. അതുപോലെ തന്നെ മറ്റൊന്ന് ഞങ്ങൾക്ക് മൂന്നാമതായി ആവശ്യപ്പെടാനുള്ളത്, അവിടെ നേരത്തെ സൂചിപ്പിച്ച കുറെ കേസിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോയ ആളുകളുണ്ട്. അത്തരം കേസുകൾ പുനരന്വേഷണം നടത്തിയിട്ട് യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അപ്പോൾ അന്വേഷിച്ച കേസ് പിന്നെ എങ്ങനെ അന്വേഷിക്കുമെന്ന് ചോദിക്കും. എത്രയില്ലേ? അഭയ കേസ് അന്വേഷിച്ചില്ലേ? 2 തവണ CBI അന്വേഷിച്ച് തള്ളി. 3-ാം തവണയല്ലേ അവർ ആത്മഹത്യയാണെന്ന് പറഞ്ഞത്, കൊലപാതകമാണെന്ന് തെളിഞ്ഞത്? ആ കേസ് പുനരന്വേഷണം ഇന്ത്യ മഹാരാജ്യത്ത് പലപ്പോഴും CBI വരെ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് പോലീസിനെ ഏറ്റെടുത്തുകൂടാ? നാലാമത്തെ ഒന്ന്,
RSSനും BJPക്കും പ്രീണനം ചെയ്യുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്ന എന്നൊരു തോന്നൽ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ശരിയോ തെറ്റോ എന്താവട്ടെ, അത്തരം ഒരു തോന്നൽ, അവർക്ക് എന്തും ചെയ്യാൻ നമുക്കൊന്നും പറ്റില്ല, ഈ ഒരു തോന്നൽ ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും. അതുകൊണ്ട് നല്ലൊരു നിയമ സംവിധാനം നിലനിൽക്കാൻ അത്തരം ഒരു അവസ്ഥയിലല്ല പോലീസ്. നിഷ്പക്ഷവും ന്യായവുമായി മാത്രം കാര്യങ്ങൾ പോലീസ് ചെയ്യുമെന്നൊരു തോന്നൽ ഉണ്ടാക്കത്തക്ക വിധം ഉദ്യോഗസ്ഥന്മാരെ ആ രീതിയിൽ സജ്ജമാക്കണമെന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന്, മതസൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായ മൈത്രി സംഗമങ്ങൾ സർക്കാർ സംഘടിപ്പിക്കണം. കണ്ണൂരിൽ സംഘടിപ്പിച്ചല്ലോ ഗവൺമെന്റ്. എന്താ കാരണം? ആ ഗവൺമെന്റിന്റെ കക്ഷി അതിൽ ബന്ധപ്പെട്ടതാണ്. ഇവിടെ മുസ്ലിങ്ങളും BJPക്കാരുമായതുകൊണ്ട് സംഘടിപ്പിക്കണം. അവിടെ സംഘടിപ്പിച്ച് സൗഹൃദം ഉണ്ടാക്കണം. ആറാമതായി നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഒരുപാട് കാലമായി ഒരേ തസ്തികയിൽ തുടരുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവിടെ ചിലർ താല്പര്യത്തിൽ 3 വർഷമായാലും സ്ഥലം മാറ്റം പലരും, പക്ഷെ സ്ഥലം മാറ്റാതെ അതേ തസ്തികയിൽ തുടരുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകൾ ഇത്തരം ശക്തികൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ്. അവരെവിടെയുണ്ടെന്ന് കണ്ടെത്തി സ്ഥലം മാറ്റി പുതിയ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണം. അതുപോലെ തന്നെ രാഷ്ട്രീയമായോ വർഗീയമായോ ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും വഴങ്ങാത്ത നല്ല ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന്, ഞാൻ നേരത്തെ SP കുറിച്ച് സൂചിപ്പിച്ചല്ലോ, അതുപോലത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്താൽ ഈ പ്രശ്നം അവസാനിക്കും. പിന്നെ അവിടെ ഈ പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ഭാഗത്ത് ഒരു പ്രകോപനം നമ്മൾ ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ കടകള്, ബൈക്ക്, അതുപോലെ കാറ്, ഇതൊക്കെ അടിച്ചു നശിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഒരു കാരണമില്ലാതെ ചെയ്ത പ്രവർത്തനമാണ്. അതിന്റെ നട്ടം ആ പോലീസുകാരെ കണ്ടെത്തി അവരെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നാണ് പറയുന്നത്. അത് അവർ പോലീസ് സ്ഥാനമില്ലാതല്ല അവർ ചെയ്തത്. വെറുതെ വീടുകൾ കെറിയുക, വീട് പൊളിക്കുന്നതിൽ പോലീസും പങ്കാളിയാവുക, സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് കല്ലെറിയുക, പോലീസ് വീടിന്റെ മുമ്പിലുള്ള മറകൾ തകർക്കുക, വാതിലുകൾ തകർക്കുക, ജനൽച്ചില്ല് തകർക്കുക. അത് ചെയ്ത പോലീസുകാരെ കണ്ടെത്തി ആ ഡ്യൂട്ടിക്ക് നിയമിച്ച പോലീസുകാരെ കയ്യിൽ നിന്നാണ് നഷ്ടപരിഹാരം വാങ്ങേണ്ടത്. അപ്പോഴേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലും അന്തസ്സുള്ള ആളുകൾ ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്നു ഈ വൃത്തികേടൊന്നും ചെയ്യുന്ന പോലീസുകാരോട് ഒരിക്കലും നമ്മുടെ ഉത്തരവാദപ്പെട്ട നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് മതിപ്പുണ്ടാവില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകും നല്ല മനുഷ്യന്മാർ. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, പണ്ട് CH ഹൈദ്രോസും ചേളാരി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന വാഹനത്തിലൊക്കെ കൈ നീട്ടുന്ന സമയത്ത് രാത്രി 12 മണിക്ക് ശേഷം ഒരു ജീപ്പിന് കൈ കാണിച്ചു. അതിങ്ങനെ മുകളിൽ ചുവന്ന ലൈറ്റ് തെളിച്ച് വരുന്ന വാഹനമായിരുന്നു. വണ്ടി നിർത്തി നല്ലൊരു മുസ്ലിയാരെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് വളരെ ഗൗരവത്തോടു കൂടി അതിലുണ്ടായിരുന്ന ഒരു CI, അദ്ദേഹം കോഴിക്കോട് കോൺഫറൻസ് കഴിഞ്ഞ് മടങ്ങിയിരുന്നു. ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അയാൾ ചോദിച്ചു, ഇതൊരു പോലീസ് ജീപ്പാന്ന് അറിയില്ല, പിന്നെ എന്തിനാ അതിന് കൈ കാണിച്ചതെന്ന് ചോദിച്ചു. ഉസ്താദ് പറഞ്ഞു, പോലീസിലുണ്ടാവും നല്ല മനുഷ്യന്മാരെന്ന് കരുതിയാൽ ഞാൻ കൈ കാണിച്ചതെന്ന് പറഞ്ഞു. അയാൾ നേരെ കയറ്റി കക്കാട് കൊണ്ടുപോയി ഇറക്കി കൊടുത്ത് സന്തോഷമായിട്ട്. നല്ല മനുഷ്യന്മാരുണ്ടാവും. ആ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മനുഷ്യന്മാർ തന്നെയല്ലേ. അയാൾ ഡ്യൂട്ടി കുറച്ച് പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുണ്ടാവൊക്കെ നമുക്കറിയാം. അപ്പൊ മലപ്പുറത്ത് നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മളൊരു തരത്തിലും ഒരു തെറി വിളിക്കുകയോ മോശപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയോ ചെയ്യില്ല എന്നുള്ള ഉറപ്പിൽ പോലീസ് നമുക്ക് വാക്കാൽ പെർമിഷൻ തന്നല്ലോ. ഒരു പ്രയാസവുമില്ല. നേരെ മറിച്ച് ചില സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ എന്തൊക്കെ പുലിവാലുണ്ടാക്കണം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അഭിനന്ദിക്കുന്നു. അങ്ങനത്തെ നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ സമീപനം പോലീസ് എല്ലാ സ്ഥലത്തും സ്വീകരിച്ചാൽ ഞങ്ങൾ പറയുന്നു, ഞങ്ങളോട് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തോട് ഒരു ഫേവറും ചെയ്യണ്ട, പ്രത്യേകമായ പ്രീണനം വേണ്ട, നീതി മാത്രം നടപ്പാക്കി തന്നാൽ മതി. ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നു. കാരണം ഇങ്ങനെയൊക്കെ സമീപനങ്ങൾ നടക്കുമ്പോഴാണ് ഞങ്ങളെ സമുദായത്തിൽ തീവ്ര സ്വഭാവം വളരുക. ഞങ്ങളാണെങ്കിൽ തീവ്രവാദത്തെ എതിർക്കുവാനും ഒരിക്കലും തീവ്രവാദമില്ലെന്ന് പറയുവാനും ഇത്തരം തീവ്ര സ്വഭാവം കാണിക്കുന്നവരെ അടിച്ചമർത്തുവാനും പ്രസംഗിച്ചും എഴുതിയും ബോധനം നടത്തിയും അതിനുവേണ്ടി സംഘടനയുടെ സമയം ഒരുപാട് ഉപയോഗപ്പെടുത്തിയും ശ്രമിക്കുന്നു. അതേസമയത്ത് നിങ്ങൾ ഈ പക്ഷപാതിത്വം കാണിച്ചുകൊണ്ട് ഇപ്പൊ കണ്ടില്ലേ, സമാധാനം പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മളെ ഇന്നാളെ കൊന്നില്ലേ, പള്ളി കയറി കൊന്നില്ലേ എന്ന് പറഞ്ഞ് തീവ്രവാദികളെ വളർത്താനാണ് പലരും കൂടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ തീവ്രതയെ വളർത്തി മുസ്ലിങ്ങളെ നശിപ്പിക്കുന്ന പണിക്ക് നിങ്ങൾ നിൽക്കരുത്. അത്തരം സമീപനം ഉണ്ടായാൽ അതിനെ ബോധവൽക്കരണത്തിലൂടെ ചെറുക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതോടൊപ്പം തന്നെ ഈ മുഅല്ലിമിന്റെ കൊലപാതകം സത്യത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ അപമാനിക്കത്തരത്തിൽ പോയി എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അള്ളാഹു ആ പാവപ്പെട്ട മുഅല്ലിമിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന